മമ്മൂട്ടി ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും മോഹൻലാൽ ഫാൻസുകാരും മമ്മൂട്ടിയെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡയലോഗുകളിൽ ഒന്നാണ് മമ്മൂട്ടിക്ക് 100 കോടി ക്ലബ് ഇല്ല എന്നുള്ളത്. അത് ഫാക്റ്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മമ്മൂട്ടിയുടെ കരിയറിൽ അദ്ദേഹത്തിന് ഇന്നേ വരെ ഒരു 100 കോടി കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രം ഉണ്ടായിട്ടില്ല. അതിന്റെ മെയിൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒരു കാരണമാണ് സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള പ്രൊമോഷൻ ഇല്ല എന്നുള്ളത്. സാധാരണ മമ്മൂട്ടിക്കൊന്നും അത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ആയിക്കോട്ടെ, കാര്യമായിട്ടുള്ള പ്രൊമോഷനൊന്നും ഈ സിനിമയ്ക്കൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ പല സിനിമകളുടെ ഉദാഹരണം എടുത്ത് പറയാം. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള കളങ്കാവൽ എന്ന സിനിമ അത്യാവശ്യമല്ല, നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിന് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമുണ്ട്, പക്ഷെ അതിൻ്റെയൊക്കെ എണ്ണം കുറവാണ്. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായത്തിനാണ് എണ്ണം കൂടുതൽ. എന്നിട്ട് പോലും ആ സിനിമ ഏതാണ്ട് 80 കോടിയോളം രൂപ അവിടെ വന്നങ്ങ് നിന്നു. അതിന് മെയിൻ കാരണങ്ങൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവേശത്തിനുള്ള പ്രൊമോഷൻ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് തന്നെയാണ്. ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ എടുക്കുക. കണ്ണൂർ സ്ക്വാഡൊക്കെ ഒരു രീതിയിലുള്ള പ്രൊമോഷൻ ഇല്ലാതെ തിയേറ്ററിൽ വന്ന സിനിമയാണ്. പക്ഷെ ആ സിനിമ എന്നിട്ടും പോലും 85 കോടിയോളം കളക്ഷൻ നേടിയിട്ടുണ്ട്. അത്രയും നല്ലൊരു സിനിമയായിട്ട് പോലും നിങ്ങൾ ആലോചിക്കുക. ഭീഷ്മപർവം എന്ന സിനിമ, ഭീഷ്മപർവം ഈ അമൽ നീരദിന്റെ പ്രൊഡക്ഷനിൽ വന്ന സിനിമയാണ്. കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് 100% ഒക്യുപ്പൻസിയിൽ വന്ന സിനിമകളിൽ ഒന്നാണ് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സിനിമയായിട്ട് പോലും ആ സിനിമ ഏതാണ്ട് 85 90 കോടിക്കടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസർ ഇപ്പോഴും ഈ ഭീഷ്മപർവം തന്നെയാണ്. അതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രൊമോഷൻ കൊടുത്തിരുന്നുണ്ടെങ്കിൽ എന്നേ അതൊക്കെ 100 കോടി കയറിയനെ. ഇവിടെ ഇപ്പോ 100 കോടി കയറിയ എല്ലാ സിനിമകൾക്കും ഹൈലി പോസിറ്റീവ് വന്ന സിനിമയാണോ? ഉദാഹരണത്തിന് ആട് 3 എന്ന് പറയുന്ന സിനിമ. ആട് 3 ഒരു മിക്സഡ് ഒപ്പീനിയൻ വന്ന സിനിമയാണ്. മിക്സഡ് ആണ്, അതായത് പോസിറ്റീവ് ഫുള്ളി പോസിറ്റീവ് വന്ന സിനിമയല്ല, ഒരു മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായം നേടിയ സിനിമയാണ്. ഒരുപാട് ആളുകൾ ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ആട് 3 100 കോടി കയറിയിട്ടുണ്ട്. ഈവൻ മാർക്കോ എന്ന് പറയുന്ന സിനിമ, മാർക്കോയ്ക്ക് മിക്സഡ് ഒപ്പീനിയൻ വന്ന സിനിമയാണ്. അത് വയലൻസ് പരമായിട്ടുള്ള ഒരു പുതുമ നിലനിർത്തിയത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ കഥാപരമായിട്ട് വലിയ സംഭവം ആയതുകൊണ്ടൊന്നുമല്ല. വയലൻസിന്റെ ഒരു ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ആ സിനിമയും ഏതാണ്ട് 115 കോടിയോളം രൂപ നേടിയിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം ഒരു കാര്യമായിട്ടൊരു പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴേ 100 കോടി കയറിയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് മമ്മൂട്ടി കമ്പനി ഏറ്റവും ഹൈയസ്റ്റ് നല്ല രീതിയിൽ തന്നെ പ്രൊമോഷൻ നടത്തിയിട്ടുള്ള അവരുടെ ഒരേ ഒരു സിനിമ എന്ന് പറയുന്നത് ടർബോ എന്ന് പറയുന്ന സിനിമ മാത്രമാണ്. അപ്പൊ ടർബോയ്ക്ക് എന്താ മിക്സഡ് ഒരു മോശം അഭിപ്രായം വന്നിട്ട് പോലും ആ സിനിമ 70 കോടിയോളം രൂപ നേടി. അതേ ഒരു ടെക്നിക്ക് നല്ല അഭിപ്രായം വന്ന സിനിമകൾക്കും കൂടി കൊടുത്തിരുന്നുണ്ടെങ്കിൽ, അതായത് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്താലും മതിയല്ലോ, അതിന് കൊടുത്തിരുന്നുണ്ടെങ്കിൽ എപ്പോഴേ ഒരു 100 കോടിയൊക്കെ എപ്പോഴേ ഉണ്ടാകാമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല. ഈ പ്രൊമോഷന്റെ കാര്യം മാത്രമല്ല, ഈ ഏർലി മോർണിംഗ് ഷോ വെക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ആലോചിക്കുക. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും വീക്കസ്റ്റ് സിനിമയാണ് ദൃശ്യം 3. അതിനകത്ത് ആർക്കും ഒരു തർക്കവുമില്ല. ദൃശ്യം ഫസ്റ്റ് ആണ്, എല്ലാവർക്കും ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു സിനിമ ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ. ദൃശ്യം 3 ഏറ്റവും ലാസ്റ്റേ വരത്തുള്ളൂ. എന്നിട്ട് പോലും ആ സിനിമ 230 കോടി രൂപ നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ നടത്തിയിട്ടുള്ള പ്രൊമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ ഏർലി മോർണിംഗ് 6 മണിക്കൊക്കെ ഷോ വെക്കുക എന്നുള്ള ഒക്കെ, അത് അദ്ദേഹം മാത്രമാണ് എനിക്കൊന്നും ഇപ്പൊ മലയാളത്തിൽ ചെയ്യുന്നത്. വേറെ ആരും അങ്ങനെ ചെയ്യാറില്ല. ഈവൻ അമൽ നീരദിന്റെ സിനിമ നിങ്ങൾ ആലോചിക്കുക. അമൽ നീരദിന്റെ ബാച്ചിലർ പാർട്ടി ഡ്യൂക്സ് എന്ന് പറയുന്ന സിനിമ ഒക്കെ വരുന്നുണ്ട് ഈ ഒക്ടോബറിലെങ്ങാണ്ട് ആണെന്ന് തോന്നുന്നു, റൂമറൊക്കെ ഉണ്ടായിരുന്നു. ആ സിനിമ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ ഇതുവരെ അതിന്റെ ഒരു കണ്ടന്റും പുറത്തു വന്നിട്ടില്ല. ഈ അമൽ നീരദാണ് ഭീഷ്മപർവം പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്തേക്കുന്നത്. അതിനൊക്കെ ഒരു നല്ല പ്രൊമോഷൻ കൊടുത്തിരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇപ്പൊ അവസ്ഥ എന്തോ ആകുമായിരുന്നു ആലോചിച്ച് നോക്കുക. അപ്പോ ഈ പ്രൊമോഷൻ ഇല്ലായ്മയാണ് ഇതിനകത്തെ മെയിൻ കാര്യങ്ങളിൽ ഒന്ന് ആയിട്ട് ഞാൻ പേഴ്സണലി കണക്കാക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം. ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്ത് 8 നില പൊട്ടിയ ഒരു മോഹൻലാൽ സിനിമയാണ് മരക്കാർ അറബികളുടെ സിംഹം. ആ സിനിമയ്ക്ക് അന്ന് അദ്ദേഹം കൊടുത്ത പ്രൊമോഷൻ വന്നിരുന്ന് തള്ളി മറിച്ചത്, അതായത് പ്രീ ബിസിനസ്സിലൂടെ ഏതാണ്ട് 100 കോടി രൂപ അങ്ങോട്ട് നേടി. പ്രീ ബിസിനസ്സോ അഡ്വാൻസോ 100 കോടി രൂപ നേടി. ഏർലി മോർണിംഗ് ഷോ 12 മണിക്കാണ് ഫസ്റ്റ് ഷോ വെച്ചതെന്ന് ആലോചിക്കുക. 12 മണിക്ക് ആ സിനിമ അത്രയും ഡിസാസ്റ്റർ ആയിട്ടുള്ള അഭിപ്രായം വന്ന സിനിമ ഏതാണ്ട് 50 കോടിക്കടുത്ത് തന്നെ കളക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊമോഷൻ വേണം.
സിനിമ വിജയിക്കുമോ പരാജയപ്പെടുത്തുമോ, അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് അത് ആളുകൾ കണ്ടിട്ട് തീരുമാനിക്കും. ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിജയിക്കും, ഇഷ്ടപ്പെടുത്തില്ലെങ്കിൽ പരാജയപ്പെടും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതില്ലയോ? ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ളത് എത്രയും മുന്നേ അറിയിക്കാമോ അത്രയും മുന്നേ അറിയിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഡ്രാഗൺ എന്ന് പറയുന്ന ജൂനിയർ NTRന്റെ പ്രശാന്ത് നീൽ സിനിമ, ആ സിനിമ ഇറങ്ങാൻ പോകുന്ന അടുത്ത വർഷമാണ്. പക്ഷേ അതിന്റെ ആദ്യത്തെ ഗ്ലിംസ് കഴിഞ്ഞ 20-ാം തീയതി വന്നായിരുന്നല്ലോ. നിങ്ങൾ അറിഞ്ഞാണ് അടുത്ത വർഷമാണ് അതിന്റെ റിലീസ്. പക്ഷേ അതിന് ഗ്ലിംസ് ഒരു വർഷം മുന്നേ ഇറക്കിയിട്ടുണ്ട്. വാരണാസി എന്ന് പറയുന്ന രാജമൗലി സിനിമ 2025 നവംബർ മാസമാണ് അതിന്റെ ഗ്ലോബ് ടോട്ടർ ഗ്ലിംസ് വന്നത്. ആ സിനിമ അടുത്ത വർഷമേ ഉള്ളൂ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ, പോലീസ് സ്റ്റോറികളിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയ ഒരു സിനിമയാണ് മമ്മൂട്ടി നായകനായി മമ്മൂട്ടി കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ് മികച്ച ഒരു സിനിമയായിരുന്നു. നല്ല രീതിയിൽ പോസിറ്റീവ് അഭിപ്രായം വന്ന സിനിമയാണ്. അത്യാവശ്യം ഏതാണ്ട് 85 കോടിയോളം കളക്ഷൻ നേടിയ സിനിമയാണ്. ആ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്നുള്ളത് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആളുമായിട്ടുള്ള റോണി ഡേവിഡ് രാജ് ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 2ാം ഭാഗത്തിലേക്കുള്ള സൂചന അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിനകത്ത് തന്നിട്ടുണ്ട്. കണ്ണൂർ സ്ക്വാഡ് 2ാം ഭാഗം വരികയാണെന്നുണ്ടെങ്കിൽ, 1ാം ഭാഗം അത്രയും ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതിന്റെ 2ാം ഭാഗം വരികയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല രീതിക്ക്, കഴിഞ്ഞ സിനിമയെ പോലെയല്ല, നല്ല രീതിയിൽ തന്നെ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ 100 കോടി നേടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ കണ്ണൂർ സ്ക്വാഡും പിന്നെ അതുപോലെ തന്നെ നിതീഷ് സഹദേവന്റെ സിനിമയും, അത് മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ കാര്യം എന്തെന്ന് അറിഞ്ഞുകൂടാ. അതും 100 കോടി കയറാൻ പൊട്ടൻഷ്യലുള്ള സിനിമയാണെന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ വരുമ്പോൾ നമുക്കറിയാം. പക്ഷെ കണ്ണൂർ സ്ക്വാഡിന് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 100 കോടി ഉറപ്പായിട്ടും അത് എന്തായാലും നേടിയിരിക്കും. അങ്ങനെ ആ രീതിയിലുള്ള സ്ക്രിപ്റ്റും കൂടി വേണം. പിന്നെ പ്രൊമോഷൻ മാത്രമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, സ്ക്രിപ്റ്റും കൂടി വേണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 100 കോടി ചിലപ്പോൾ അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ.